ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. എന്താണ്? ശത്രുദോഷം അല്ലേ? പലരും ചോദിക്കും, ഇങ്ങനെയൊക്കെ ഒരു ദോഷങ്ങളുണ്ടോ? ഉണ്ട്. അതനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയുള്ളൂ അല്ലേ? എന്നാൽ ശത്രുദോഷം അത്ര പേടിക്കാനുള്ളൊരു കാര്യമൊന്നുമില്ല. എന്താണ്? നമ്മളൊരു ചിട്ടയായ ജീവിത ശൈലി പിന്തുടരുന്ന ഒരാൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കാളീദേവി ഭക്തരാണെങ്കിൽ നിങ്ങളെ ഒരിക്കലും ശത്രുദോഷം ഏൽക്കില്ല കേട്ടോ നിങ്ങൾക്ക്. എന്നാൽ ഈ ശത്രുദോഷത്തിനെ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ വളരെ വ്യസനം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതിൽ സംശയമില്ല കാര്യത്തിൽ. കാരണം നമുക്ക് ശത്രു ആരാ എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നാശം തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നാവാം, ഉറ്റവരിൽ നിന്നാവാം, നമ്മൾ മക്കളെപ്പോലെ, സഹോദരിയെപ്പോലെ, സഹോദരനെപ്പോലെ അല്ലേ? കുടുംബത്തിൻ്റെ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിൽ ഒരാളായി, നമ്മുടെ ജീവൻ തന്നെ അതിൻ്റെ ഒരു ഭാഗമായി എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്ന് ശത്രുതാ മനോഭാവം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ശത്രുക്കളായി മാറുമ്പോൾ അതിൻ്റെ ഒരു വിഷമമൊന്നും നമുക്ക് താങ്ങാൻ കഴിയില്ല അല്ലേ? നമ്മുടെ ഒരു ഉയർച്ചയിൽ, നമ്മുടെ ഒരു സമ്പത്തിൽ, നമ്മുടെ ഒരു ഐശ്വര്യത്തിൽ അല്ലേ, എല്ലാറ്റിലും മറ്റുള്ളവർക്ക് ശത്രുത തോന്നാം. അങ്ങനെയുണ്ട്. നമ്മുടെ ഒരു വാക്കിൽ, പ്രവൃത്തിയിൽ അല്ലേ, അവർക്ക് പറ്റാത്ത എന്തും നമ്മളോടുള്ള ശത്രുതയാണല്ലോ. അങ്ങനെയാണല്ലോ. എന്നാൽ ഈ ശത്രുദോഷത്തിന് വേണ്ടി അനവധി പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി കാശുകൾ കളയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം കേട്ടോ. പലരും എൻ്റെ അടുത്ത് തന്നെ നേരിട്ട് വന്ന് ചോദിക്കാറൊക്കെ ഉണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്, എന്താ ചെയ്യാന്ന്. അവർക്കൊക്കെ ഉപദേശിക്കാൻ എനിക്കൊരൊറ്റ മന്ത്രമേ ഉള്ളൂ അല്ലേ? കാളീദേവിയെ പ്രീതിപ്പെടുത്തുക. ഒരൊറ്റ വരി ജപം അത്ര മാത്രം മതി. നമുക്കെതിരെ വരുന്ന എല്ലാവിധ ശത്രുദോഷങ്ങളെയും മറികടക്കാൻ അല്ലേ? നമ്മുടെ ഓഫീസിലായാലും, അല്ലെങ്കിൽ നമ്മളുടെ കർമ്മരംഗം എന്തായാലും, അവിടെയൊക്കെ നമ്മൾ പെട്ടെന്ന് ഡൗണായി പോവുക, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കർമ്മത്തിലെ ഏകാഗ്രത നഷ്ടപ്പെടുക. ഇതൊക്കെ ശത്രുദോഷം കൊണ്ടാവാം. പഠിക്കുന്ന കുട്ടികൾക്ക് പഠിച്ചാൽ ഓർമ്മ കിട്ടാതിരിക്കുക, പരീക്ഷയിൽ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ പോലും എഴുതാൻ കഴിയാതിരിക്കുക, അതൊക്കെ അപ്പുറത്ത് ശത്രുഭാവത്തിൽ ആരെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടാവാം. ജാതകവശാൽ ശത്രുഭാവങ്ങളുണ്ടാവാം അല്ലേ? അങ്ങനെ നമ്മുടെ പ്രവർത്തികളിൽ നിന്ന്, അവരുടെ പ്രവർത്തികളിൽ നിന്ന്, നമ്മുടെ കർമ്മപഥങ്ങളിൽ നിന്ന് ഇങ്ങനെയൊക്കെ ശത്രുതകളുണ്ടാവാം. അങ്ങനെ ശത്രുക്കൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ആളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ വളരെ ശ്രേഷ്ഠം. ഇനി ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഒരു രൂപവും മനസ്സിൽ വിചാരിക്കാതെ കാളീദേവിയെ മാത്രം മനസ്സിൽ വിചാരിച്ച് ഞാൻ ഈ പറയുന്ന നാമജപം ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങളൊരു ദിവസത്തിലൊരു 3 പ്രാവശ്യം നിങ്ങൾ ഒന്ന് ഉരുവിട്ട് നോക്കൂ. അത് ഉരുവിടുമ്പോൾ സന്ധ്യയ്ക്കായാലും കാലത്തായാലും വിളക്ക് വെച്ച് ആ വിളക്കിൻ്റെ തിരിനാളം തെളിച്ചതിന് ശേഷം മാത്രം നിങ്ങളിത് ഉരുവിടണം. ഒരു ചുവന്ന പട്ടുതുണി കൊണ്ടാണ് തിരി തരച്ച് നെയ്വിളക്കാണ് കത്തിക്കാൻ കഴിയുന്നതെങ്കിൽ വളരെ ശ്രേഷ്ഠം. ഇനി നിങ്ങൾ ആ വിളക്കിൻ്റെ മുമ്പിലിരുന്ന് തെക്കോട്ട് മാത്രം തിരിഞ്ഞിരിക്കരുത്. ബാക്കി ഏത് ദിശയിലേക്കും നിങ്ങൾക്ക് തിരിഞ്ഞിരിക്കാം, ഒരു കുഴപ്പമില്ല. തെക്കോട്ട് മാത്രം തിരിഞ്ഞിരിക്കാതിരിക്കുക. എന്നിട്ട് ശത്രുവിനെ നിങ്ങൾക്കറിയുമെങ്കിൽ ആ ശത്രുവിൻ്റെ മുഖം മനസ്സിൽ വിചാരിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുക. അതല്ല, ശത്രുവിനെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അമ്മയുടെ മുഖം അതായത് ദേവിയുടെ മുഖം നമ്മൾ മനസ്സിൽ വിചാരിച്ച് ശത്രുവിനെ എൻ്റെ മുമ്പിൽ തെളിയിച്ച് തരണേ അമ്മേ എന്ന് പറഞ്ഞ് ഈ നാമജപം ഒരു 3 പ്രാവശ്യം ഒരു ദിവസം നിങ്ങളൊന്ന് ഉരുവിട്ട് നോക്കൂ. ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങളിതൊന്ന് തുടർച്ചയായി നിങ്ങൾ ഉരുവിട്ടാൽ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മുൻപിൽ വന്ന് മാപ്പ് പറയും. സംശയമൊന്നും വിചാരിക്കേണ്ട. അതിൽ സംശയം വിചാരിക്കുകയേ വേണ്ട. നിങ്ങളുടെ 100% വിശ്വാസത്തിൽ നിങ്ങളിത് ചെയ്തോളൂ. ഫലസിദ്ധി 100%. അനുഭവസ്ഥർ സാക്ഷ്യം പറയും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇതിൽ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്, അനുഭവങ്ങൾ പറയാൻ വേണ്ടി നിരവധി ആളുകൾ കമൻ്റ് ഇടും, എനിക്ക് ഉറപ്പാണ്. ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടത്. അനവധി പേർക്ക് ഫലസിദ്ധി കിട്ടിയിട്ടുള്ള ഒരു നാമജപം. അത് കഴിഞ്ഞാൽ ഈ ഒരു ആഴ്ച നിങ്ങൾ തുടർച്ചയായി ജപം കഴിഞ്ഞാൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അമ്മയ്ക്ക് വിളക്ക് വെച്ച് നിങ്ങളൊരു 3 പ്രാവശ്യം നിങ്ങൾ ഈ നാമജപം ഒന്ന് ഉരുവിടും.
ശത്രു നിങ്ങളെ നോക്കാൻ പോലും, നിങ്ങളുടെ ദൃഷ്ടിയിൽ വരാൻ പോലും പേടിച്ചു പോകുന്നതാണ്. ആ ശത്രുഭാവം മാറി മിത്രമായി തീരും. നമുക്ക് ശത്രുവിൻ്റെ നാശം കാണേണ്ട കാര്യമില്ല, നമ്മളോടുള്ള ശത്രുഭാവം മാത്രമേ മാറുള്ളൂ അല്ലേ. എന്തിനാണിങ്ങനെ പലരും പറയും, എന്തിനാണിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നല്ല, കാര്യം പറഞ്ഞു പോകുമ്പോൾ അങ്ങോട്ട് നീണ്ടു പോകുന്നതാണ്. ഞാൻ ആ നാമജപത്തിലേക്ക് കടക്കാം. ആ നാമം ഇതാണ്: ഓം രക്തായേ നമഃ, ഓം രക്തായേ നമഃ, ഓം രക്തായേ നമഃ. ഈ നാമജപം നിങ്ങളൊരു കടലാസിലോ എന്തിലെങ്കിലും എഴുതി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചു വെച്ചോളൂ കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കർമ്മരംഗത്ത് നിങ്ങൾ പെട്ടെന്ന് ഡൗണായി പോവുകയാണെങ്കിൽ ഈ പേപ്പറിലേക്കൊന്ന് നോക്കി ഒരു 3 പ്രാവശ്യം നിങ്ങൾ ഈ നാമം ജപിച്ചാൽ നിങ്ങൾ ആക്റ്റീവാവും, ഉഷാറാവും. നിങ്ങളുടെ കർമ്മബന്ധങ്ങളിൽ നിങ്ങൾക്ക് ഏകാഗ്രമായി വർക്ക് ചെയ്യാൻ കഴിയും. അതിലൊരു സംശയമില്ല ആ കാര്യത്തിൽ. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ശത്രുദോഷങ്ങൾ അമ്മ നീക്കി തരട്ടെ. എല്ലാവർക്കും സമ്പത്തും ഐശ്വര്യവും സമാധാനവും എല്ലാം നിറഞ്ഞു നിൽക്കട്ടെ. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.